നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജനുവരി 26-ന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് കീഴിൽ തെരുവുകളിൽ ബീഫ് വിറ്റതിന് മൊഹസീനെതിരെ മഹാരാഷ്ട്രയിലെ മാലേഗാവ് ജില്ലയിലെ പർവാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒരു തരത്തിലുള്ള മാംസവും വിൽക്കരുതെന്ന് നിരോധിച്ചുകൊണ്ട് ജനുവരി 22-ന് തന്നെ ബന്ധപ്പെട്ട ഓഫീസുകൾ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതാണ് ജനുവരി 26-ന് ദേശീയ പതാകയ്ക്ക് കീഴിൽ ബീഫ് വിറ്റതോടുകൂടി മൊഹസീൻ ലംഘിച്ചത്. ഇതിനെതിരെ മാലേഗാവ് മഹാനഗരപാലികയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മനീഷ് ദിലരെയാണ് പരാതി നൽകിയത്. പത്രങ്ങൾ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ എന്നിവയിലൂടെ ഇതേ അറിയിപ്പ് പരസ്യമാക്കിയതായും ദിലരെ പറഞ്ഞു. ഇത് വകവയ്ക്കാതെയാണ് പ്രതികൾ നോട്ടീസ് ലംഘിച്ച് രാവിലെ 11 മണിയോടെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് താഴെ ബീഫ് വിറ്റ് അതിനെ അപമാനിച്ചത്, ദിലരെ പറഞ്ഞു. മൊഹസീൻ ബീഫ് വിൽക്കുന്ന ചിത്രം ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈറലായതോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സർക്കാർ ഉത്തരവ് ലംഘിച്ച് ഇറച്ചി വിൽപ്പന നടത്തിയ പ്രതി മൊഹസീനാണെന്ന് സ്ഥിരീകരിക്കാൻ അധികൃതർ സ്ഥലത്തെത്തി. പിന്നാലെ വിൽപ്പന നടത്തിയ മൊഹസീൻ അറസ്റ്റിലായി. 2002-ലെ ഭാരതീയ ധ്വജ് സംഹിതയിലെ സെക്ഷൻ 2 പ്രകാരമാണ് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ 223, മഹാരാഷ്ട്ര പോലീസ് ആക്ട് 1951-ലെ സെക്ഷൻ 105, 117 എന്നിവ പ്രകാരവും ബീഫ് വിൽക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടെത്തിയാൽ 5 വർഷം തടവും 10,000 രൂപ പിഴയും ലഭിക്കും. അനധികൃതമായി മസ്ജിദ് കെട്ടിയുയർത്താൻ ശ്രമിച്ച 100ഓളം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഉത്തർപ്രദേശിലെ ബറേവിയിലെ ഷാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേസെടുത്തു. ഗണേഷ്പൂർ ഗ്രാമത്തിലാണ് സംഭവം. ഇവിടെ ഗ്രാമത്തിലെ പഴയ ഖബർസ്ഥാനോട് ചേർന്നാണ് മസ്ജിദ് നിർമ്മിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത്. 40 വർഷം പഴക്കമുള്ള ഖബറിന് ചുറ്റും 20 അടി ഉയരമുള്ള തൂണുകൾ സ്ഥാപിച്ചു. രാത്രിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടത്തിൽ നിന്ന് യാതൊരു അനുമതി വാങ്ങുകയോ അവരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. ബറേലി MP ഛത്രപാൽ സിംഗ് ഗംഗാർ ഈ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് അനധികൃത മസ്ജിദ് നിർമ്മാണം വെളിച്ചത്തു വന്നത്. തുടർന്ന് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. SDM-ന് പരാതി നൽകി. തുടർന്ന് SDM നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇതിനുശേഷം ഈ നിർമ്മാണം ഉടൻ പൊളിച്ചു മാറ്റാനും ഉത്തരവിട്ടു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തമായതോടെ പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെ മസ്ജിദ് പൊളിക്കാൻ രംഗത്തിറങ്ങിയായിരുന്നു. സിമന്റ് തൂണുകളും മേൽക്കൂരയും അടക്കം പൊളിച്ചു നീക്കി. അതേസമയം അനധികൃത നിർമ്മാണം നടത്തിയ ഗ്രാമത്തിലെ 100 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.